ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഗുഹയുടെ വീഡിയോയുമായി മുന്നിൽ വന്നിരുന്നു. അത് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ഏകദേശം 51K വ്യൂസ് നമുക്ക് കിട്ടി. വളരെ സന്തോഷം. എല്ലാവരോടും ഒരു നന്ദി പറയുന്നു. ആരും തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോയുടെ മുകളിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോ എൻ്റെ സ്വന്തം ഏലത്തോട്ടം അതെങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഈ സ്ഥലം എൻ്റെ കൈ കിട്ടുമ്പോൾ ഇത് ചുമ്മാ ഒരു വനം മാത്രമായിരുന്നു കേട്ടോ. ഇതിലും ഒരു ആദായവും ഇല്ല. ഒരു അടയ്ക്കാമരം മാത്രമല്ലാതെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സ്ഥലം കണ്ടപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു ആശയം വന്നത്. ഞാൻ എന്നിട്ട് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥനോട് പോയി ചോദിച്ചു, ഇത് തന്നേക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വിലയൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കി. അപ്പോൾ പൈസ വേണമല്ലോ. അങ്ങനെ പോയി ഒരു ലോൺ എടുത്തു. 1 ലക്ഷം രൂപ ലോൺ എടുത്തു. അപ്പോൾ അതിൽ കിട്ടിയത് എനിക്ക് 85,000 രൂപ. ഞാൻ കണക്ക് കൂട്ടിയത് ഇങ്ങനെയാണ്: 1 ലക്ഷം രൂപയുടെ ലോണ് 2 വർഷം കൊണ്ട് അടച്ചു തീർക്കുക, ആഴ്ചയിൽ 1000 രൂപ വെച്ച്. അപ്പോൾ 2 വർഷം കൊണ്ട് ലോണും തീരും, സ്ഥലവും സ്വന്തമാവും. അപ്പത്തേനും പറമ്പിൽ നിന്ന് വരുമാനവും കിട്ടിത്തുടങ്ങും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അങ്ങനെ ഇത് വാങ്ങി 65,000 രൂപ കൊടുത്ത സ്ഥലം വാങ്ങി എഗ്രിമെൻറ്റ് വെച്ചു. പട്ടയമൊന്നുമില്ല കേട്ടോ. ഇത് ചുമ്മാ ഒരു കുന്നായതുകൊണ്ട് പട്ടയമൊന്നുമില്ല. അങ്ങനെ ഞാൻ 2 ആളെ കൂട്ടി തൈ വെച്ചു. 130 തയ്യാണ് അന്ന് വെച്ചത്. ബാക്കി സ്ഥലം കൂടെ വെക്കാനുണ്ടായിരുന്നു. പക്ഷേ കാടായതുകൊണ്ട് മൊത്തം വെട്ടിക്കഴിഞ്ഞില്ലായിരുന്നു. ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് മൊത്തം ചെയ്തത്. അങ്ങനെ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിൽ നിന്ന് തന്നെ ഞാൻ തൈ വേറെ പിരിച്ച് 250 തൈയാക്കി വെച്ചു. ഇപ്പോൾ കായൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷം. അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഒരു 30 സെക്കൻഡ് എനിക്ക് മാറ്റി വെച്ച് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.